ഹലോ ഗായ്സ്, എല്ലാവർക്കും മയൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇറങ്ങിയ വൺ പീസ് എപ്പിസോഡ് 1137 റിവ്യൂ ആണ്. റിവ്യൂ എന്ന് വെച്ചാൽ എനിക്ക് കണ്ടപ്പോൾ സംസാരിക്കണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ 30 സെക്കൻഡ് കേട്ടോ, കാരണം ഇത് സംസാരം മാത്രമേ ഉള്ളതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകാനാണ് സാധ്യത. അപ്പോൾ സ്കിപ്പ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരം ഇഷ്ടാവില്ല എന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകണേ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും കൂമയും ബൂണിയും നേരിട്ട് കാണുന്നത്. കാരണം കൂമ മറ്റേ ബൂണീനെ ഇട്ട് മാറി കയറുന്നില്ല മറ്റേ സാറ്റൻ പറഞ്ഞിട്ട്, എന്നിട്ട് അവൻ്റെ എല്ലാം മറന്നിട്ടും അവൻ ബൂണീനെ കാണാൻ വന്നത് കുറേ ആൾക്കാർ ആഗ്രഹിച്ച സംഭവം. കുറേ ആൾക്കാരല്ല, വൺ പീസിൽ എല്ലാവരും ആഗ്രഹിച്ച സംഭവമാണ്. നല്ല എന്തുകൊണ്ട് അതിനെ പറയാം, നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ കടന്നു. അതിൻ്റെ ലാസ്റ്റ് മറ്റേ സാറ്റേണ നമ്മുടെ സാഞ്ചിയും മറ്റേ സാഞ്ചി നമ്മുടെ ഫ്രാങ്കിയും കൂടിയും മറ്റേ ഫൈറ്റ് ചെയ്യുന്നതും അതും നൈസ് സാധനമായിരുന്നു. കാരണം പിന്നെ നമ്മുടെ കൂമയുടെ പഞ്ച്, എനിക്ക് ആ മോന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച സംഭവം അത് കിട്ടി. അവൻ ആ ആൾക്കാർ മൊത്തത്തിൽ ഇതായിട്ടും അവൻ ഇതാക്കിയത് നൈസ് പഞ്ചായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ സാഞ്ചി പിന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റുമ്പോൾ, കാരണം പിന്നെ കൂമ അതിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതാവില്ല, കയ്യിൽ മറ്റേ നമ്മുടെ ബോണിനെ പിടിച്ച് നിൽക്കുകയുള്ള. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സാഞ്ചി വന്നിട്ട് കിക്ക് ചെയ്യും. നൈസ് കിക്കായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ ആ കിക്ക് കിട്ടിയതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്കിയുടെ ലേസർ ബീം എന്നൊരു സാധനം അങ്ങ് പോകല. അതിൻ്റെ പോകുമ്പോൾ കൂടി അകത്തു കൂടി പോകും. അപ്പോൾ തന്നെ കിസാറ് പിന്നെ മൂവ് ചെയ്യും, കിസാറൂടെ മൂവ്. നൈസ് ഒരു എപ്പിസോഡായിരുന്നു. സിമ്പിളായിട്ട് അതായത് കുറേ നാളെ ആഗ്രഹിച്ചു നല്ലൊരു എപ്പിസോഡാണ്. കാരണം ഉള്ളിൽ വിഷമമുണ്ട്, ഓൾറെഡി ഇത്രയും കാര്യം നടന്നതിന്. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു എപ്പിസോഡായിരുന്നു. ലാസ്റ്റത്തെ ആ ഫൈറ്റും ചെറിയ ഫൈറ്റും മൊത്തത്തിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ച് പറയണ്ടല്ല. ലൂഫിയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ലൂഫിനെ കാണുന്നില്ല ഞാൻ, കാരണം ബാങ്ക് പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പാടില്ല. ലൂഫി വരും, ഗിയർ 5 ബോണി ലൂഫിയാണ് സൺകൂടെന്ന് അറിയും. 5 വെൽഡേഴ്സ് മൊത്തത്തിൽ മറ്റേ ഏൻഷ്യൻ റോബോട്ട് എണീക്കുന്നത് മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നൈസ് വീഡിയോ ആയിരുന്നു. ഒരു വാമായിട്ടുള്ള എന്നാൽ സങ്കടമുണ്ട്, എന്നാൽ അതിൻ്റെ ഇപ്പോൾ സന്തോഷമുണ്ട്. കൂമയും ബോണിയും പിന്നെ കുറേ നാൾക്ക് ശേഷം കാണുന്നതും പിന്നെ ലാസ്റ്റ് അവരുടെ ബാക്ക് സ്റ്റോറിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ലാസ്റ്റ് സാഞ്ചിയുടെയും ഫ്രാങ്കിയുടെയും സാറ്റനായിട്ടുള്ള ചെറിയ ഫൈറ്റും കിസാറൂടെ മൂവും മൊത്തത്തിൽ നൈസായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ. താങ്ക് യു.